ഇന്ന് സാമ്പാർ, മാങ്ങാ ചമ്മന്തി, പുളിശ്ശേരി, പിന്നെ ചക്ക വേവിച്ചിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമല്ലോ. ഇതാ ചക്ക കുഴച്ച് വേവിച്ചിട്ടുണ്ട്. ചക്ക കുഴച്ച് വേവിക്കുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. ചക്ക കൊണ്ടുവന്ന് വെട്ടി ചവണിയെല്ലാം കളഞ്ഞ് അടത്തിയെടുത്തിട്ട് ചക്കച്ചുള അരിഞ്ഞ് ഒരു പിടി ചക്കക്കുരുവും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഒരു മടലും ഇടണം. ചക്കയുടെ മുള്ള് കളഞ്ഞുള്ള മടൽ ചുള ചേർത്തിയെടുത്തിട്ട് മുള്ള് കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗം, അതായത് ആ ചക്ക മടലും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചക്കയരിഞ്ഞ് ചക്കക്കുരുവും ചേർത്ത് ആവശ്യാനുസരണമുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വെച്ച് അത് കുക്കറിലാണെങ്കിൽ ഒരു 2 സ്റ്റീം, അടുപ്പത്താണെങ്കിൽ പാകത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്താണെങ്കിൽ ഒരു 15 മിനിറ്റ് വെന്താൽ മതി. 2 സ്റ്റീം കഴിഞ്ഞാണിത്. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് നമ്മൾ ചക്കക്കുരുവാണ് കിടക്കുന്നത് കേട്ടോ. ജീരകവും വെളുത്തുള്ളി നാളികേരവും കൂടെ ജീരകവും വെളുത്തുള്ളിയും നാളികേരവും കൂടെ മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് 2 തിരിച്ചിട്ട് ഇതിലേക്കിട്ട് കുഴച്ച് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് സൂപ്പർ ചക്കപ്പുഴുക്ക് ഉണ്ടോ. ചക്കപ്പുഴുക്ക് ഇതാ ഇങ്ങനെ ഇരിക്കണം. ചക്കപ്പുഴുക്ക് ഉണ്ടോ, ഇതാണ്. അപ്പോൾ ചക്കപ്പുഴുക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ പാടെന്ന് ചോദിക്കും. ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും ഇതൊന്നും അറിയില്ലെന്ന്. അപ്പോൾ ചക്ക അതിൻ്റെ കുരുവോട് ചേർന്നുള്ള പാടയും തൊലും എല്ലാം കളയണം കേട്ടോ. ആ പാട നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ കൊള്ളും. ഇത് ചകിണി നമുക്ക് സെപ്പറേറ്റ് എടുത്ത് തോരൻ വയ്ക്കാം. ചക്കയുടെ എല്ലാ ഭാഗവും മുള്ളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും ചെയ്യാം. അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കാം. ചക്കക്കുരു കൊണ്ട് ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ചക്കക്കുരു മുഴുവനോടെ ഒരാവി കയറ്റിയിട്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുത്ത് മുഴുവനോടെ ഒരാവി കയറ്റിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് അത് കഷ്ണിച്ച് വെയിലത്ത് വെക്കണം. ഇപ്പോഴത്തെ വെയിലത്ത് ഒരു 3 ദിവസം വെയിൽ കൊള്ളുമ്പോൾ നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങിക്കഴിയുമ്പോൾ അതിനെ മിക്സിയിലിട്ട്, വെള്ളമയം ഒന്നുമില്ല, മിക്സിയിലിട്ട് പൊടിക്കണം. അതിനുശേഷം വെല്ലം പാവാക്കിയിട്ട് കുറച്ച് ഈ ചക്കക്കുരു എത്രയുണ്ടോ അതിൻ്റെ പകുതി മതി പുഴുങ്ങലരി വറക്കണം. വറുത്തിട്ട് മിക്സിയിൽ അതും പൊടിക്കണം. എന്നിട്ട് ഈ വെല്ലം പാവാക്കിയിട്ട് വെല്ലപ്പാവിനകത്തേക്ക് നാളികേരവും ഏലക്കയും, പിന്നെ ഈ വെല്ലപ്പാവിലേക്ക് നാളികേരവും ഏലക്കയും ഇട്ട് നല്ലോണം ഒരല്പം നെയ്യ് ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടുന്നതിലും ഇത്തിരി കൂടെ മുമ്പേ അത് ഓഫാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ചതും ഈ ചക്കക്കുരു പുഴുങ്ങി ഉണക്കി പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് ചെറിയ ചൂടോടെ ചെറിയ ഉരുളകളായി ഉരുട്ടി വെച്ചാൽ ഒരു കേടും വരില്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ ഒരുപാട് ദിവസം വയ്ക്കാനൊന്നും ഇതില്ലല്ലോ, പെട്ടെന്ന് തന്നെ തീരും. അതാണ് ചക്കക്കുരു ലഡു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്കയുടെ സീസണല്ലേ. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി. ചക്കക്കുരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും. ചക്കക്കുരുവിലെ ആ തവിട് ഒരിക്കലും കളയരുത്. പുറം തോല് അല്ലാതെ വേറൊന്നും കളയരുത്. അങ്ങനെ ചക്കക്കുരു ലഡു നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ചക്കക്കുരു ലഡു. ചക്കക്കുരു ലഡുവിന് ചക്കക്കുരു എത്രയുണ്ടോ, ചക്കക്കുരുവിൻ്റെ പൊടി എത്രയുണ്ടോ അതിൻ്റെ പകുതിയേ ഉണ്ടാകാവുള്ളൂ അരിപ്പൊടി. അരി വറുത്ത പൊടിയാണ്. അതിലേക്ക് ഏലക്കായും തേങ്ങായും കൂടെ നാളികേരവും പൊടിയായിട്ട് ചിരകിയതും കൂടെ വെല്ലപ്പാവിലേക്ക് ഇട്ട് ഇളക്കിയിട്ട് ഈ പൊടി രണ്ടും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പാകത്തിന് ചൂടാറുമ്പോൾ അതിനെ ചെറിയ ചെറിയ ലഡുവിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വയ്ക്കുക. ഒന്നാമത്തെ ലഡുവാണ്. അപ്പോൾ ഇന്ന് ചക്കക്കുരു ലഡുവും ചക്കപ്പുഴുക്കുമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നല്ല സൂപ്പർ ചക്കപ്പുഴുക്ക്. എന്നപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കും മാങ്ങാ ചമ്മന്തി സാമ്പാറും ചോറുമാണ്. ചോറ് ഊറ്റിയിട്ടിരിക്കുന്നുണ്ടോ, അരി ഊറ്റിയിട്ടിരിക്കുന്നു. ചക്കപ്പുഴുക്ക്. അപ്പോൾ എല്ലാവരും ഈ ചക്കപ്പുഴുക്കും ഉണ്ടാക്കണം. ചക്ക
കുരു കൊണ്ടുള്ള ലഡു ഉണ്ടാക്കണം കേട്ടോ. പാടൊന്നുമില്ലെന്നേ. ഈ ചക്കക്കുരു ഇഡലി പാത്രത്തിൻ്റെ ഇതായിട്ടുള്ള പിന്നെ തട്ടില്ലേ, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന കിണ്ണനപ്പം ഉണ്ടാക്കുന്ന തട്ട്, അതിലോട്ട് കഴുകി വാരി വൃത്തിയാക്കി വെച്ച് ഒരു 2 ആവി കയറ്റുമ്പോൾ വേഗരുത്, 2 ആവി കയറ്റുമ്പോൾ അതൊന്ന് പാകമാകും. എന്നിട്ട് അതിനെ ആറുമ്പോൾ എടുത്ത് തോലുരിച്ച് കളഞ്ഞിട്ട് ആ ചോപ്പ് കളയരുത് കേട്ടോ, നമ്മുടെ തവിട് പോലുള്ള, അത് വളരെ പോഷകമൂല്യമുള്ളതാണ്. എന്നിട്ട് നമ്മളതിനെ 3-4 കഷ്ണങ്ങളാക്കി, ഇപ്പോഴത്തെ നല്ല വെയിലായതുകൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. ഉണങ്ങിക്കിട്ടുമ്പോൾ അതിനെ നന്നായിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് വേണം ഈ അരി അതിൻ്റെ പകുതി അളവ് അരി വറുത്ത് അതും കൂടെ പൊടിച്ചിട്ട് ഈ 2 പൊടികളും കൂടെ നമ്മൾ വെല്ലപ്പാവിൽ നാളികേരവും ഏലക്കായും ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. അതിലേക്കിട്ട് മിക്സ് ചെയ്ത് ആറുമ്പോൾ കൈക്ക് പാകത്തിന് ഉള്ള ചൂടാകുമ്പോൾ നമ്മളതിനെ ഉരുട്ടാൻ പാകത്തിന് ചൂടിൽ ഉരുട്ടി വൃത്തിയാക്കി അവിടെ വയ്ക്കുക. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ ഒരു ദിവസം ഇത് 2-3 ദിവസത്തിനുള്ളിൽ ഇരിക്കില്ല, അത്രയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ. ഏറെ ചക്കക്കുരു കൊണ്ട് ഏറെ ഉണ്ടാക്കി വയ്ക്കാൻ കേടുവരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ചക്കപ്പുഴുക്കതാ കാണിച്ചു. ലഡു ഞാൻ ഇന്നലെ ഉണ്ടാക്കി, അത് പിള്ളേർ വന്നുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അത് അപ്പം തന്നെ തീർന്നു കേട്ടോ. എല്ലാവരും ഈ 2 എണ്ണം എടുത്തപ്പോൾ അത് തീർന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം. പുതിയ കൂട്ടുകാരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരോടും ഒരുപാട് ഇഷ്ടം, സ്നേഹം, വാത്സല്യം. താങ്ക് യു സോ മച്ച്.